ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത് എംപ്രസിന്റെ എനർജിയാണ്. അപ്പോൾ എംപ്രസിന്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ചിലപ്പോൾ വിവാഹം നടക്കാനുള്ള സാധ്യത ഉണ്ടാവുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കണ്ടുമുട്ടുന്ന എനർജി ആവാം. ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ല ഒരു തുടക്കം വരുന്നതായിട്ട് കാണുന്നു. സന്തോഷത്തിലേക്ക് പോകാനുള്ള ഒരു അവസരമാണ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് കാണുന്നു. ഇവിടെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം കൂടുതലായിട്ട് വർദ്ധിച്ചു വരുന്ന എനർജിയാണ് വന്നിരിക്കുക. അതുപോലെ നിങ്ങൾ ജോലി ചെയ്യുന്നിടങ്ങളിലൊക്കെ നിങ്ങൾക്കൊരു ഉയർച്ച വരുന്നതായിട്ടും മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കുകയും സ്നേഹത്തോടുകൂടി സംസാരിക്കുകയും ചെയ്യുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്ന. എംപ്രസ് എന്ന് പറയുമ്പോൾ മഹാറാണിയുടെ എനർജിയാണ്, ഒരു ഡിവൈൻ ഫെമിനിൻ എനർജിയാണിത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളിലേക്ക് ഐശ്വര്യവും സമൃദ്ധിയും വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. പലതരത്തിലുള്ള മാറ്റങ്ങൾ ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ടാവും. മാറ്റങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് മാറ്റം വരട്ടെ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുകയല്ല വേണ്ടത്, അല്ലെങ്കിൽ ഒന്നും വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്. അതിനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. നല്ലൊരു മാറ്റം എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരണം. ഇനിയിപ്പോ ഇതുവരെ എങ്ങനെ ഞാൻ കഴിഞ്ഞോ ഇതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി മാറ്റത്തിലേക്ക്, കുറച്ചുകൂടി സന്തോഷത്തിലേക്ക് എൻ്റെ ജീവിതം കൊണ്ടുപോകണം എന്ന് തീരുമാനിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാവുന്നതാണ്. അങ്ങനെ നിങ്ങൾ സ്വയം മുന്നോട്ട് വരുമ്പോൾ മാത്രമാണ് നിങ്ങൾ മാറ്റത്തിന് നിങ്ങൾ വിധേയരാകുന്നത്. പുതിയൊരു മാറ്റത്തിന് നിങ്ങൾ വിധേയരാകും. അപ്പോൾ സ്വയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു മാറ്റം എൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്നല്ലോ എന്ന്. അതുവഴി നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നല്ലതുപോലെ നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം വരുന്ന എനർജിയാണ്. ഒരുപാട് പേർ ഇത് കാണുന്ന, ഇന്നത്തെ റീഡിംഗ് കാണുന്ന ഒരുപാട് പേർ നല്ല ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് പേജ് ഓഫ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളിവിടെ എന്തോ കാര്യങ്ങൾ തുടങ്ങി വയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം, ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. ചിലപ്പോൾ ചില ജോലിക്കാര്യങ്ങളിലാവാം, ചിലപ്പോൾ ബുദ്ധിപൂർവ്വം നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവാം ചില കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നടപ്പിലാക്കണമെന്ന്. അങ്ങനെ മുന്നോട്ട് വരണമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെ നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരുന്നു, അതിനായിട്ട് നിങ്ങൾ റെഡി ആയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് നല്ലതുപോലെ ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ട്, മനസ്സിലായ അലസതയൊക്കെ കളഞ്ഞിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ മറികടന്നിട്ട് നിങ്ങൾ നിങ്ങളുടേതായ വഴിയെ മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതിനായിട്ട് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ ഇവിടെ ചിലപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ സെർച്ച് ചെയ്ത് നല്ലതുപോലെ പഠിക്കുന്ന എനർജി ഉണ്ടാവാം. പല കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തുന്നതായിട്ടും പല കാര്യങ്ങൾ പഠിച്ചിട്ട് അറിവ് നേടുന്ന എനർജിയും അതിലൂടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുമാണ് ഇവിടെ കാണുന്നത്. ക്യൂൻ ഓഫ് സോഡിന്റെ എനർജിയാണ്. ക്യൂൻ ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആവാൻ പോകുന്നു, നിങ്ങൾക്ക് അതിലൂടെ ഒരു എനർജി വരുന്നുണ്ട് എന്നാണ് കാണുന്നത്. ഇവിടെ അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരുന്നുണ്ട്. ഇൻഡിപെൻഡന്റ് ആവുക എന്ന് പറയുമ്പോൾ ഫ്രീഡം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക്, ഫ്രീഡം കിട്ടുന്ന അവസ്ഥ വരുന്നത് എപ്പോഴാണ്? നല്ലൊരു ജോലിയൊക്കെ കിട്ടിയിട്ട് ആദ്യമായിട്ട് വരുത്തേണ്ടത് എന്താണ്? ഫിനാൻഷ്യൽ ഫ്രീഡമാണ്, അല്ലെ? മറ്റെന്തൊക്കെ തരത്തിലെ ഫ്രീഡം ഉണ്ടെങ്കിലും, ഒരുപാട് തരത്തിലുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ആദ്യമായിട്ട് വേണ്ടത് എന്താണ്? ഫിനാൻഷ്യൽ ഫ്രീഡം. ആ ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടുമ്പോൾ മാത്രമാണ് നിങ്ങൾ സ്വതന്ത്രരാകുന്നത്. നിങ്ങളുടെ ആഗ്രഹത്തിന് പല കാര്യങ്ങളും സാധിക്കാൻ പറ്റുമ്പോൾ, മറ്റുള്ളവരുടെ അനുവാദമില്ലാതെ ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിൽ, ഇതുവരെ മറ്റുള്ളവരെ ആശ്രയിച്ച് നിങ്ങൾ കഴിയുന്നു എങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് നല്ലൊരു മോചനം വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അങ്ങനെ മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയുന്ന ആ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം വിചാരിക്കണം, എന്തിനാണ് അങ്ങനെ? എന്നെ കൊണ്ട് കഴിയുമല്ലോ, എന്നെ കൊണ്ട് കഴിയാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. ഐ ആം കേപ്പബിൾ. മനസ്സിലായി? ഞാൻ നല്ല കഴിവുള്ള വ്യക്തിയാണ്, എന്നെ കൊണ്ട് എല്ലാം സാധിക്കും, ഞാൻ ഇറങ്ങിത്തിരിക്കാത്ത കുഴപ്പമേ ഉള്ളൂ. അപ്പോൾ എന്നെ കൊണ്ട് കഴിയുന്നതിനപ്പുറവും ഞാൻ പ്രയത്നിക്കും, ദൈവത്തിലൊരു വിശ്വാസം ഞാൻ ഉണ്ടാക്കിയെടുക്കും.
അല്ലെങ്കിൽ ദൈവത്തിൽ ഞാൻ അമിതമായിട്ട് വിശ്വസിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ പ്രവർത്തികളിലും കൂടുതലായിട്ട് വിശ്വസിക്കുന്നു, പ്രവർത്തി ചെയ്ത് ഞാൻ ഈ ഒരു വിശ്വാസം നേടിയെടുത്തിട്ട് ഞാൻ അതിൻ്റെ പ്രയത്നഫലം അനുഭവിക്കും എന്ന് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് പ്രതിജ്ഞ എടുക്കാവുന്നതാണ്. അങ്ങനെ പ്രതിജ്ഞ എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തന്നെയും എന്താണ്, നിങ്ങൾ വിചാരിക്കുന്ന കാര്യം സാധ്യമാകും. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫ്രീഡം ലഭിക്കും. നമ്മൾ എന്താണ് പറയുന്നത്, അതായത് കാഞ്ചന കൂട്ടിലാണെങ്കിലും അല്ലെ, ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ എന്നല്ലേ പറയുന്നത്. പക്ഷേ പിടിച്ച് കൂട്ടിനകത്തിലിടുക സ്വർണത്തിൻ്റെതായ കൂടാണ്. എല്ലാ ദിവസവും പാലും പഴവും എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിന് എപ്പോഴും എന്താണ് വേണ്ടത്, സ്വാതന്ത്ര്യമാണ് വേണ്ടത് അല്ലെ. ആ സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോൾ മാത്രമേ അതിനെ ഒരു നിമിഷം ഒന്ന് പറത്തി വിട്ടു നോക്കൂ. അത് അനുഭവിക്കുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധമാകും അല്ലെ. എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലും ഫിനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾക്ക് കിട്ടുമ്പോൾ മാത്രമാണ് നിങ്ങൾ സന്തുഷ്ടരാകുന്നത്. എന്നാൽ നിങ്ങൾ ചോദിക്കും, ഫിനാൻസ് കൊണ്ട് മാത്രമാകുമോ എന്ന്. അത് ഏതാനും ഒരു 99% നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെയാണ്, 100% അത് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടത് ഇവിടെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ ഇവിടെ നീങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇതുവഴി നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം അനുഭവിക്കാൻ സാധിക്കും. ഇന്നത്തെ ദിവസം ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് മുന്നിട്ടിറങ്ങാനും അതിലൂടെ നല്ലതുപോലെ ഫ്രീഡം അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പലർക്കും ഇവിടെ ജോലി കിട്ടുന്ന എനർജി ഉണ്ടാവാം. നമ്മൾ ആദ്യത്തെ എംപ്രസിന്റെ എനർജിയിൽ തന്നെ ജോലി കിട്ടുന്ന എനർജി ഉണ്ട്, വിവാഹം നടക്കുന്ന എനർജി ഉണ്ട്, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് സാമ്പത്തികം വന്നു ചേരുന്ന എനർജി ഉണ്ട്. ഇവിടെയും നേടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെയും ചിലപ്പോൾ ഫിനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 2 ഓഫ് കപ്സിന്റെ എനർജിയാണ്. 2 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ സോൾമേറ്റ് കണക്ഷനാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ടാവണം. നിങ്ങൾ ആ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ എന്താണ് നിങ്ങൾ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത്, എന്നെ നല്ലതുപോലെ കെയർ ചെയ്യുന്ന, എന്നെ നല്ലതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെ. സപ്പോർട്ടും കെയറിങ്ങുമാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് ഒരു ബന്ധം നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ അത്യാവശ്യമുള്ളത്. അല്ലാതെ ഈഗോ വെച്ച് പുലർത്തുക, ഞാൻ എല്ലാവരെക്കാളും വലുതാണ് ഞാൻ എന്നൊരു മനോഭാവം ഉണ്ടെങ്കിൽ അവിടെ ഒരു സ്നേഹബന്ധവും നിലനിൽക്കില്ല. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് എന്താണ്, ഇതേപോലെ എനിക്കൊരു കെയറിങ് വേണം, എനിക്കൊരു സപ്പോർട്ട് വേണം, അങ്ങനെയുള്ള ഒരു വ്യക്തി എന്നിലേക്ക് വന്നു ചേരണം, അങ്ങനെ ആഗ്രഹിക്കുന്നു, അങ്ങനെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള എല്ലാ വിധത്തിലുള്ള സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ അത് വന്നു ചേരുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളെ സ്നേഹിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി വന്നു ചേരുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ചിലപ്പോൾ നോ കോണ്ടാക്റ്റിലായിട്ടിരിക്കുന്നവർ ഒന്നു ചേരാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ കാരണം ഒരുപാട് കാലം പിരിഞ്ഞിരിക്കാൻ പറ്റുകയില്ലല്ലോ. അങ്ങനെ സോൾമേറ്റ് കണക്ഷനാണെങ്കിൽ ഒരുപാട് കാലം പിരിഞ്ഞിരിക്കുകയില്ല, കുറെയൊക്കെ പിരിഞ്ഞിരിക്കും, വീണ്ടും വരും. ഇവിടെ എംപ്രസിന്റെ എനർജി അത് തന്നെയാണ് പറയുന്നത്. ഇവിടെ എംപറർ വന്നിട്ടുണ്ട്, കാരണം എംപ്രസും വന്നിട്ടുണ്ട്, എംപററും വന്നിട്ടുണ്ട്. കാരണം ഇവിടെ നിങ്ങൾക്ക് ഡിവൈൻ ഫെമിനിൻ എനർജിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഡിവൈൻ മസ്കുലിൻ എനർജിയാണ്. എല്ലാ കാര്യത്തിലും നല്ല നോളജ് ഉള്ള വ്യക്തികളാവാം നിങ്ങൾ, അല്ലെങ്കിൽ നല്ലതുപോലെ നിങ്ങൾ അറിവ് ശേഖരിക്കുന്നു, അറിവ് സമ്പാദിക്കുന്നു, അങ്ങനെ മറ്റുള്ളവരോട് സംസാരിക്കാൻ നിങ്ങൾ തുടങ്ങുന്നു, നല്ല കാര്യങ്ങൾ സംസാരിക്കാൻ നിങ്ങൾ മുന്നിട്ടിറങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ. അതുപോലെ പേജ് ഓഫ് സോഡിന്റെ എനർജി വന്നപ്പോഴും ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെയോ സെർച്ച് ചെയ്ത് പഠിക്കുന്ന എനർജി ഉണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ എന്തിനു വേണ്ടിയിട്ട് പഠിക്കുന്നു, അറിവ് നേടാൻ വേണ്ടിയാണ് പഠിക്കുന്നത്. എല്ലായ്പ്പോഴും നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ഫോൺ ഇങ്ങനെ ചിരണ്ടിക്കൊണ്ടിരിക്കാതെ എന്തെങ്കിലും അത്യാവശ്യകരമായിട്ടുള്ള കാര്യങ്ങൾ, അറിവ് നേടുന്ന വിധത്തിലുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്, അപ്പൊ അതൊക്കെ കാണുകയാണ് വേണ്ടത്. അല്ലാതെ എന്തെങ്കിലും വരും, എന്തെങ്കിലും കിട്ടുമെന്നും പറഞ്ഞ് വൈകുന്നത് വരെയും ഫോൺ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒന്നും കിട്ടുകയില്ല. നിങ്ങൾ പ്രവർത്തിക്കണം, ആഗ്രഹമുണ്ട് നിങ്ങളുടെ മനസ്സിൽ, പക്ഷെ നിങ്ങൾ പ്രവർത്തിക്കാതെ അല്ലെങ്കിൽ നിങ്ങൾ പ്രയത്നിക്കാതെ ഒന്നും വന്നു ചേരില്ല. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് നമുക്കിവിടെ കാണുന്നത്. ഇവിടെ എംപററുടെ എനർജി എന്ന് പറയുന്നത് നല്ലതുപോലെ നോളജ് ഉള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ്. ഈ നോളജ് എന്ന് പറയുന്നത് എന്താണ്? അനുഭവജ്ഞാനമാണ്. ജ്ഞാനം എന്ന് പറയുന്നത് ജ്ഞാനവും വിജ്ഞാനവും ഉണ്ട് അല്ലെ. ജ്ഞാനം കേട്ടറിയുന്ന ജ്ഞാനമുണ്ട്, അതുപോലെ അനുഭവിച്ചറിയുന്നതാണ് വിജ്ഞാനം. നമ്മൾ അനുഭവിച്ചറിയുക എന്ന് പറയുമ്പോഴെന്താണ്, നമ്മൾ ഒരു മാങ്ങ എടുത്തിട്ട് മാങ്ങയ്ക്ക് പുളിയാണോ മധുരമാണോ എന്നത് കഴിച്ചു നോക്കുമ്പോൾ മാത്രമേ മനസ്സിലാവുകയുള്ളൂ അല്ലെ എന്ന് പറയുന്നത് പോലെ അതാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. അനുഭവിച്ചറിയുന്നതാണ് വിജ്ഞാനം. അപ്പോൾ ഇവിടെ അനുഭവജ്ഞാനമാണ് കൂടുതലായിട്ടും വന്നിരിക്കുന്നത് ഈ ഒരു വ്യക്തിക്ക്. അതുപോലെ നിങ്ങളിൽ പലർക്കും അനുഭവജ്ഞാനം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്.
ഇങ്ങനെ അനുഭവജ്ഞാനം വർദ്ധിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് പ്രവർത്തിക്കാനും പ്രയത്നിക്കാനുമുള്ള എനർജി ലഭിക്കുന്നുണ്ട്, കഴിവ് ലഭിക്കുന്നുണ്ട്, കോൺഫിഡൻസ് ലഭിക്കും. അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഉറച്ച തീരുമാനം എടുത്ത് മുന്നോട്ട് വരാൻ സാധിക്കും. ഇവിടെ ചിലപ്പോൾ ജോലി ലഭിക്കാനുള്ള സാധ്യത, നിങ്ങൾ വിചാരിക്കുന്ന എനിക്ക് ഗവൺമെന്റ് ജോബ് തന്നെ വേണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അതിനായിട്ട് കുറെ കാലം കൊണ്ട് പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ട്, തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുവഴി മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, സ്വന്തം വീട്ടിലെ കാര്യങ്ങളാണെങ്കിൽ തന്നെയും എല്ലാം ഒരു കൃത്യനിഷ്ഠയോടുകൂടി നടത്തിക്കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാകുന്നു. അത് നിങ്ങൾ ചിലപ്പോൾ നേടിയെടുത്തതാവും. പലരും അങ്ങനെയാണ് അല്ലെ. നിങ്ങൾ പലരും വിചാരിച്ചിട്ടുണ്ട് 2026 വരുമ്പോഴേക്കും സ്വഭാവത്തിൽ കുറച്ച് മാറ്റം വരുത്തണം, കൃത്യനിഷ്ഠയോടുകൂടി ഒരുപാട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പലർക്കും ഇത്തരത്തിലുള്ള എനർജിയിലൂടെ വന്നിട്ടുണ്ടാവണം. അങ്ങനെ ഉള്ളവരെന്ന് കമന്റ് ചെയ്തേക്കണേ. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു സക്സസ് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുമെന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ രാഹുവിന്റെ ഇൻഫ്ലുവൻസ് ആണ് വന്നിരിക്കുന്നത്. അതായത് എന്താണ്, ഉറച്ച മനസ്സ്, ഉറച്ച തീരുമാനങ്ങൾ. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിഷമിക്കേണ്ടതായ യാതൊരവസ്ഥയും വരുന്നില്ല എന്നാണ്. സെവൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് എന്തോ ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. ചിലപ്പോൾ സാമ്പത്തികം നഷ്ടപ്പെട്ട എനർജി ആവാം, സാമ്പത്തികത്തിന് വേണ്ടി കാത്തിരിക്കുന്നതാവാം, അല്ല എങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാവാം. നഷ്ടപ്പെട്ട ചില കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ, ചില സാമ്പത്തികം ആരെങ്കിലും വാങ്ങിച്ചിട്ട് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവർ തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നോക്കിയിരിക്കുന്നുണ്ടാവാം. അതുപോലെ തന്നെ മറ്റാരെങ്കിലും ഏതെങ്കിലും വ്യക്തികൾ വരുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇവിടെ കാത്തിരിക്കാം. അങ്ങനെ ഒരു പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരുമോ എന്ന് നമുക്കൊന്ന് നോക്കാവേ. 9 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. കാരണം തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ പ്രതീക്ഷിച്ചിരിക്കുന്നത് സാമ്പത്തികമായിരിക്കാം. നിങ്ങൾ ഏതെങ്കിലും വ്യക്തികളുമായിട്ട് നിങ്ങളിവിടെ അകന്നിരിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെ ഒരു 5 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ഏതെങ്കിലും വ്യക്തികളുമായിട്ട് നിങ്ങൾ സാമ്പത്തിക പ്രശ്നത്തിൽ ഇവിടെ അകന്നിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അകൽച്ച തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്നു ചേരും. 9 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. അപ്പോൾ സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള ഒരു സക്സസ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. മനസ്സിലായി? ഇവിടെ സാമ്പത്തിക നഷ്ടം നിങ്ങൾക്ക് വന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ സാമ്പത്തിക നഷ്ടത്തിന് വേണ്ടി അത് നികത്താനായിട്ട് നിങ്ങൾ പ്രയത്നിക്കുന്നത്, നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നതുമാണ് ഇവിടെ കാണുന്നത്. ചിലർക്ക് അത് വന്നു ചേരുന്നതായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്ന ഡബിൾ എനർജിയാണ്. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് സൂക്ഷിക്കണം. നിങ്ങളിലേക്ക് നെഗറ്റീവ് എനർജി പിടികൂടാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ നെഗറ്റീവ് എനർജി പിടികൂടുക എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ചിലപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ വിചാരിക്കുകയാണ് എന്തിനു വേണ്ടി എന്നിലേക്ക് നെഗറ്റീവ് എനർജി വരുന്നു. അതൊന്നുമല്ല, നിങ്ങൾ നന്നായിട്ട് ഡ്രസ് ചെയ്തൊന്ന് ഒരു വഴിക്ക് പോയി നോക്കൂ. ആരെങ്കിലും നിങ്ങളെ കണ്ട് അസൂയ ഉണ്ടാകാം, മനസ്സിലായി? അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജിയോടുകൂടി നിങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്നാണ് അത് നിങ്ങളിലേക്ക് ബാധിക്കുന്നത്. അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കണം. അതുമല്ല എങ്കിൽ നിങ്ങളോടൊപ്പം നടക്കുന്നവരോടൊക്കെ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുകയും അവരിൽ നിന്ന് നെഗറ്റീവ് എനർജി ഉണ്ടാവുകയും ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിനെ ഇഷ്ടപ്പെടാത്ത ചില ആൾക്കാരുണ്ടാവാം, അവിടേക്ക് ഒരു നെഗറ്റീവ് എനർജി പാസ് ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾ ചിലപ്പോൾ ഓഫീസിലൊക്കെ നല്ല തരത്തിൽ നിങ്ങളുടെ വർക്കുകളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവിടെയും നിങ്ങൾക്കെതിരെ അസൂയാലുക്കൾ ഉണ്ടാവാം, ശത്രുക്കൾ ഉണ്ടാവാം. അവിടെ നിങ്ങളുടെ ജോലി നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത വിധത്തിൽ എന്തോ തടയിടുന്നത് പോലെയാണ് ഈ ഒരു എനർജി വന്നിരിക്കുന്നത്. ഇനി അതുമല്ല എങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായി ഇരുന്നാലും നെഗറ്റീവ് എനർജി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം വളരെയധികം സൂക്ഷിക്കണം. കണ്ടില്ലേ, നിങ്ങൾക്ക് പേടി അനുഭവിക്കുന്ന എനർജി കൊണ്ട് മൂൺകാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് പേടി, ഭയം, ആകാംക്ഷ തുടങ്ങിയ ഒരുപാട് എനർജി, സധമ വികാരങ്ങൾ നിങ്ങളെ ഇന്ന് ഭരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അത് നിങ്ങൾ ഇന്ന് വളരെ ഒന്ന് സൂക്ഷിച്ചാൽ മതിയാകും. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം മുന്നേ അറിയാൻ കഴിയുമെങ്കിൽ അത് നിങ്ങൾ സൂക്ഷിച്ചു പോവുകയാണ് വേണ്ടത് എന്നാണ് ഇവിടെ കാണുന്നത്. എന്തൊക്കെയാണ് നമുക്ക് ഒറക്കിൾ കാർഡ്സ് കൂടെ ഒന്ന് നോക്കാവേ. ഇവിടെ റൈപ്നെസ് എന്ന് പറയുന്ന കാർഡാണ് വന്നിരിക്കുന്നത്. അതായത് ഫ്രൂട്ട്ഫുൾ ആണ്.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ആഗ്രഹ സഫലീകരണം നടക്കുന്നു. ഇവിടെ ഡ്രീമാണ് വന്നിരിക്കുന്നത്. കണ്ടല്ലോ, ഇവിടെ നിന്ന് ഒരുപാട് പേർക്കെല്ലാവും കണ്ടല്ലോ, ഒരുപാട് പേരുടെ റിലേഷൻഷിപ്പിൽ നല്ല എനർജി വരുന്നതായിട്ട് കാണുന്നുണ്ട്. നല്ലൊരു കൂടിച്ചേരൽ കാണുന്നുണ്ട്. 6 ആണ് നമ്പർ. ഡ്രീം സഫലമാവുകയാണ്. ഡ്രീം കാണുന്നത് പോലെയുള്ള കാര്യങ്ങൾ, ഡ്രീം കാണുകയാണ്. ഇങ്ങനെയുള്ള ഒരു ലൈഫ് ഇവിടെ ഒരാൾ ഡ്രീം ചെയ്യുകയാണ്, സ്വപ്നം കാണുകയാണ്. എൻ്റെ വ്യക്തി, ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തി, അതായത് എൻ്റെ മനസ്സിൽ കണ്ടതുപോലെയുള്ള ഒരു വ്യക്തി എന്നിലേക്ക് വന്നു ചേരണം. അതായത് നമ്മളിവിടെ 2 ഓഫ് കപ്സിന്റെ എനർജി പറഞ്ഞില്ലേ, കെയർ ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയെയാണ് ആവശ്യം. അങ്ങനെയാണ് ഇവിടെ സ്വപ്നം കാണുന്നത്. എന്നവർ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. 6 ആണ്. ഇവിടെ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? ഫ്രൂട്ട്ഫുൾ ആണ്, ആഗ്രഹ സഫലീകരണം. നമ്മളൊരു ചെടി നട്ടു, അതിനെ നമ്മൾ കാത്തിരുന്ന് അതിന് വെള്ളം ഒഴിച്ചു വളമിട്ടു കാത്തിരുന്ന് അതിലൊരു ഫലമുണ്ടാകുന്നു. എന്നിട്ടത് നമുക്ക് വളരെയധികം സന്തോഷത്തോടുകൂടി നമുക്കതിനെ അനുഭവിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് പോലെ, അതാണ് ഈ ഒരു എനർജി. എന്ന് പറയുന്നത് പോലെ നമ്മൾ പ്രവർത്തിക്കുന്നു, നമ്മൾ പ്രയത്നിക്കുന്നു. ഒരുപാട് കാലം ഒരു ജോലിക്ക് വേണ്ടി ചിലപ്പോൾ പ്രയത്നിക്കുന്നു. അതുമല്ല എങ്കിൽ മറ്റേതെങ്കിലും ഒരു കാര്യം വന്നു ചേരാൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കുന്നു. ആ പ്രയത്നം നമുക്ക് സഫലമാവുകയാണ് ചെയ്തത്. ദൈവാനുഗ്രഹത്തോടുകൂടി അത് നമുക്ക് സഫലമാകുന്ന ആ ഒരു സന്തോഷം ഇന്ന് ചിലപ്പോൾ നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. എന്താണ് അടുത്തായിട്ട് വരുന്നത് എന്ന് നോക്കാം. റിബലാണ് വന്നിരിക്കുന്നത്. സപ്പറേഷൻ വന്നിട്ടുണ്ട്. പിന്നെ ഓട്ടം വന്നിരിക്കുന്നത് സപ്പറേഷനാണ്. റിബലാണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ, റിബൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു യോദ്ധാവുണ്ട്. കണ്ടില്ലേ, ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അലസരാവാൻ പാടില്ല. നിങ്ങളുടെ ഉള്ളിൽ ഒരു യോദ്ധാവുണ്ട്. ആ യോദ്ധാവിനെ പുറത്തു കൊണ്ടുവരൂ. യുദ്ധം ചെയ്ത് പോരാടി നേടണം. മനസ്സിലായോ? പോരാളിയാവണം. ഒരു പോരാളിയാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കെതിരെ വരുന്ന വെല്ലുവിളികളെ ജയിക്കാനുള്ള കഴിവുണ്ടാവണം. എതിരെ എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒരു പ്രശ്നങ്ങളില്ലാത്ത ഒരു വ്യക്തികളും ഉണ്ടാവില്ല. അവിചാരിതമായിട്ട്, അപ്രതീക്ഷിതമായിട്ടായിരിക്കാം ചില പ്രശ്നങ്ങൾ വരുന്നത്. അതിനെതിരെ കണ്ണടച്ച് നിന്ന് കഴിഞ്ഞാൽ ഒന്ന് ഭീരുവാകും, അല്ലെ? അങ്ങനെ ഭീരുവാകാൻ പാടില്ല. ഉള്ളിലെ യോദ്ധാവിനെ പുറത്തെടുക്കണം. അതിനോട് യുദ്ധം ചെയ്ത് പൊരുതി അവിടെ വിജയം നേടണം. അങ്ങനെയുള്ള ഒരു ദിവസം ഇന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ലഭിച്ചേക്കാം. നിങ്ങൾ അങ്ങനെ വേണം ഇന്ന് ചിന്തിച്ചുകൊണ്ട് പോകാനും. ഇന്നത്തെ ദിവസം അങ്ങനെ ഒരു ചിന്ത കൊടുക്കണം നിങ്ങളുടെ മനസ്സിൽ. അതാണ് ഇവിടെ സപ്പറേഷനാണ്. അടിമത്തം അനുഭവിക്കുന്നു. ഇവിടെ ഒരു പുതിയ തുടക്കം നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മറ്റുള്ളവരുടെ ബന്ധനത്തിൽ പെട്ടിരിക്കുന്നു. മറ്റുള്ളവർ പറയുന്നത് കേട്ടേ ജീവിക്കാൻ പറ്റൂ എന്നുള്ള ഒരു അവസ്ഥയിൽ കഴിയുന്നുണ്ട് ചിലരുടെ ഗതികേട് അങ്ങനെയാണ്. മറ്റുള്ളവർ പറയുന്നത് കേട്ട് മാത്രം, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, കോഡിപെൻഡൻസി, മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയുന്ന ഒരു ജീവിതം. അത് എപ്പോഴും അത് ശരിയാവണമെന്നില്ല. മനസ്സിലായി? നിങ്ങൾക്ക് ഫ്രീഡം കിട്ടണമെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള ആ ഒരു ചിന്താഗതിയിൽ നിന്ന് മുന്നോട്ട് വരിക. ആ ഒരു ചിന്തയുടെ ബന്ധനത്തെ നിങ്ങൾ അകറ്റി മാറ്റണം. നിങ്ങൾ അതിനെ കട്ട് ചെയ്ത് മുന്നോട്ട് വരണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു കഴിവ് എല്ലാ വ്യക്തികൾക്കും എന്തെങ്കിലുമൊക്കെ കഴിവുകൾ ഉണ്ടാവും. നിസാരം തയ്യൽ അറിയാവുന്നവരുണ്ടാവും, പാചകം അറിയാവുന്നവരുണ്ടാവും, അതല്ല പെയിന്റിങ് അറിയാവുന്നവർ, എന്തെങ്കിലുമൊക്കെ കഴിവുകൾ ഉള്ളവരായിരിക്കും എല്ലാവരും. അപ്പൊ അതിലൂടെ 10 പൈസ സമ്പാദിക്കാനും മുന്നോട്ടിറങ്ങി പ്രവർത്തിക്കാനും തയ്യാറാവണം. ഇല്ല എങ്കിൽ മറ്റുള്ളവരുടെ അടിമയായി കഴിയേണ്ട അവസ്ഥ ഉണ്ടാകും. ആ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മോചനം നേടണം. അത് അങ്ങനെ അനുഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്കിനി ഫോർച്യൂൺ കാർഡ്സ് കൂടി ഒന്ന് നോക്കാവേ. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് പേഷ്യൻസ് എന്ന് പറയുന്ന കാർഡാണ്. നമുക്ക് ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത്. അതുപോലെ തൊട്ട് താഴെ ബാക്കിൽ വന്നിരിക്കുന്നത് കോംപ്രമൈസ് ആണ്, എക്സ്പീരിയൻസിങ് ആണ്. കോംപ്രമൈസ് വന്നിട്ടുണ്ട്. കോംപ്രമൈസ് ചെയ്ത് പോകാനുള്ള ലൈഫ്. അതുപോലെ പേഷ്യൻസോടുകൂടി കാത്തിരിക്കൂ. ക്ഷമയോടുകൂടി നിങ്ങൾ കാത്തിരിക്കാൻ പഠിക്കണം, കാത്തിരിക്കാൻ ശീലിക്കണം. ക്ഷമ എല്ലാത്തിനും നല്ലതാണ്. ക്ഷമയെന്ന് പറയുന്ന ആ 2 അക്ഷരത്തിന് ഒരുപാട് വിലയുള്ളതാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. ഒരു കാര്യവും ധൃതി പിടിച്ച് നിങ്ങൾ മുന്നോട്ട് ഇറങ്ങി പുറപ്പെടാൻ പാടില്ല. ഒന്ന് ആലോചിക്കണം. കുറച്ചൊന്ന് ക്ഷമയോടുകൂടി ഒന്ന് ആലോചിക്കണം. അങ്ങനെ ആലോചിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഒരു വലിയ വിപത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള സാധ്യത. പല കാര്യങ്ങളും അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ആലോചിക്കുകയോ എത്ര നന്നായി ഞാൻ അതിന് മുന്നോട്ട് ഇറങ്ങാതിരുന്നത്, ക്ഷമയോടുകൂടി ഞാൻ അതിന് വെയിറ്റ് ചെയ്തത് തന്നെ വളരെ ഭാഗ്യമായി എന്നൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാകുന്ന ഒരു സമയത്തിലേക്ക് വരും. അതുകൊണ്ട് എല്ലായ്പ്പോഴും ക്ഷമ പാലിക്കുക. നമുക്ക്
ഫോർച്യൂൺ കാർഡ്സ് ഒന്ന് നോക്കാവേ. മൂൺ കാർഡ് വന്നിട്ടുണ്ട് ഇവിടെ, ഫിംഗർ വന്നിട്ടുണ്ട്, സ്പിരിച്വൽ ലവ് വന്നിട്ടുണ്ട്, ക്യാറ്റ് വന്നിട്ടുണ്ട്, അതുപോലെ ഹിൽസ്. നമുക്ക് നോക്കാവേ. മൂൺ കാർഡാണ് നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഇവിടെ ചേഞ്ചസ് ഇൻ യുവർ ലൈഫ് എന്നാണ് പറയുന്നത്. അപ്പോൾ കുറെ കാര്യങ്ങളെല്ലാം അനുഭവിച്ചു കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ചേഞ്ചസ് ആണ്, മാറ്റങ്ങൾ വരും അല്ലേ. കുറെ കാര്യങ്ങൾ അനുഭവിച്ചു കഴിയുമ്പോഴാണ് കുറെ മനസ്സിലാകുന്നത്. അവിടെ നിന്നും ജീവിതത്തിന് ചേഞ്ച്, മാറ്റം വരാൻ തുടങ്ങുന്നു. ഫിംഗറാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ വാണിംഗ് യു ഓഫ് എ പ്രോബ്ലം either now or in the near future. ഇപ്പോഴോ അല്ല എങ്കിൽ നിങ്ങളുടെ നിയർ ഫ്യൂച്ചറിലോ ഒരു പ്രോബ്ലം നിങ്ങൾക്കെതിരെ വരുന്നുണ്ടാവും. അതിനൊരു വാണിംഗ് തരുന്നതാണിത്, മനസ്സിലായത്. അതിനൊരു വാണിംഗ് മാത്രമാണ് ഈ പറഞ്ഞത്. ഇനി ലില്ലി സ്പിരിച്വൽ ലവ് ആണ്, ആത്മീയപരമായ സ്നേഹത്തിലേക്ക്, അതായത് ദൈവികമായ ഒരു സ്നേഹം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കാം. ഒബ്സ്റ്റക്കിൾസ് ടു ഓവർകം, കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം തടസ്സങ്ങളെ മറികടക്കാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ അതിനെ മറികടന്ന് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ടു ഫേസ്ഡ് ഫ്രണ്ട് ആണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ. രണ്ട് മുഖമുള്ള ഒരു ഫ്രണ്ട് ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളോട് അടുത്തുകൂടിയേക്കാം. നമ്മൾ മുൻപേ തന്നെ പറഞ്ഞു നിങ്ങളോട് അടുത്ത് ഡബിൾ എനർജി വന്നിട്ടുണ്ട് നിങ്ങൾക്കിവിടെ. അതുകൊണ്ട് തന്നെയും അടുത്തുള്ളവരോട്, അടുത്ത് കൂടുന്നവരോടൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണമെന്ന് പറയുന്നത്. ഇത് ഇവിടെ നമ്മൾ പറയുന്നത് അത് തന്നെയാണ്, മനസ്സിലായത്. നമ്മളുടെ മുഖത്ത് നോക്കി ചിരിച്ചു കാണിക്കുക, അണപ്പല്ലുകൊണ്ട് മുൻപല്ലുകൊണ്ട് ചിരിക്കുകയും അണപ്പല്ലുകൊണ്ട് ഞറുകയും, അങ്ങനൊരു ചൊല്ലുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ചില ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അടുത്തുകൂടാനുള്ള സാധ്യതയുണ്ട്. അത് വളരെ ഒന്ന് സൂക്ഷിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഹൈപ്പ് ചെയ്യുന്നവർ ചെയ്യണേ, മടി വിചാരിക്കല്ലേ. അതുപോലെ പേഴ്സണലായിട്ട് റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എപ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടോളൂ, ഞാൻ കാണുമ്പോൾ റിപ്ലൈ ചെയ്തോളാം. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.